It's always an inspiration to know about a text from the prominent figures around us. It is like we are having a session into the various interpretations of the same. To deliver the ideas about the book of this day, I would like to welcome Dr. P. R. Jayashilan Sir, founder and principal of Tunjat Ezhuthachan College. Sir, please occupy the stage. പുസ്തക പരിചയം എന്ന് കേട്ടതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട. ഞാൻ വളരെ ലഘുവായും ലളിതമായും മാത്രമേ സംസാരിക്കൂ. അതിനെ ഒരിക്കലും ഒരു ലഘുതമ സാധാരണ ഗുണിതമാക്കി മാറ്റുകയില്ല. എന്താച്ചാൽ ലഘുതമ സാധാരണ ഗുണിതമാണല്ലോ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഗണിതത്തിലൊരു ലസാഗു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒന്ന് വിറയ്ക്കും നമ്മളൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. അതിലാദ്യത്തേത് ഡോക്ടർ കെ കെ മുഹമ്മദ് സാറ് പറഞ്ഞതുപോലെ ഈ സനൽകുമാറിൻ്റെ നീണ്ട സാധനയുടെ ഒരു ചരിത്രം ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമേറിയ, നേരത്തെ ശശികുമാർ സാറ് പറഞ്ഞതുപോലെ ഇനിയും ഖനനം ചെയ്തെടുക്കേണ്ട ഒരുപാട് പൈതൃക അവശിഷ്ടങ്ങൾ കുടികൊള്ളുന്ന ഈ ഗ്രാമത്തെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള സനൽകുമാറിൻ്റെ അന്വേഷണ പരമ്പര അത് അദ്ദേഹം അവസാനിപ്പിച്ചിട്ടില്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ 3 തവണ കാണാനും സംസാരിക്കാനുമായിട്ട് വന്നു എന്നുള്ളതാണ് കോളേജിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ ശശികുമാർ സാറ് പറഞ്ഞതുപോലെയുള്ള ഞാൻ എന്തുകൊണ്ടോ എന്നറിയില്ല, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് തന്നെ നാന ദയാ സിന്ധു എന്ന് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ കൊണ്ടാണ് എഴുതുന്നതെങ്കിലും അങ്ങനെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സാധനയുടെ പരിണതിയാണ്. പക്ഷേ സനൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുന്നില്ല എന്നത് തന്നെയാണ്. ഒരു യഥാർത്ഥ ചരിത്രകാരൻ്റെ മനനം, ചിന്ത, അന്വേഷണം എന്നിവയ്ക്ക് അവസാനമില്ല. അത് വിപ്ലവം പോലെ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ സനൽകുമാർ ഏറ്റവും ഈ പറയുന്ന സാധനയുടെ ഒരാളാണെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നത് ഒരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. ഞാൻ എന്തുകൊണ്ടാണ് എന്ന് മാത്രം പറയാം, വളരെ ലളിതമായി പറയാം. ഒന്ന്, വളരെയധികം കാരണങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ശശികുമാർ സാർ, അദ്ദേഹത്തെ കണ്ടാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു വാക്കുണ്ട്, മധുരം, സൗമ്യം, ദീപ്തം എന്നാണ്. അദ്ദേഹം ഈ ചിറ്റൂർ കോളേജിലെ ഈ ആസ്ബറ്റോസ് ഷീറ്റിന് താഴെ ആ ചുട്ടുപൊള്ളുന്ന ഉച്ച സമയത്ത് അദ്ദേഹം എനിക്ക് മലയാളം ടെക്സ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അതേത് ടെക്സ്റ്റ് ആയിക്കോട്ടെ, പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികളും എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോട് ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെ ഞങ്ങൾ പുലർത്തുമ്പോഴും അതിനെയൊക്കെ അതീതമാകുന്ന ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് പറയാതെ വയ്യ. വളരെ ദീർഘമായ ഒരു കാലയളവില്ലെങ്കിലും ഞാൻ ഈ കടന്നു വരുന്ന ഒന്നിനെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റൊന്ന്, ചന്ദ്രേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ ഗുരുനാഥനായ, ശരിക്കും ഗുരു, ജീവിതത്തിൻ്റെ ഉടനീളം എൻ്റെ അച്ഛൻ 23 വയസ്സിൽ എന്നെ വിട്ടുപിരിഞ്ഞതിന് ശേഷം എനിക്ക് എല്ലാമായിരുന്ന ഒരു അധ്യാപകൻ ചിറ്റൂരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കെ കെ വാസു നായർ എന്നാണ്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ഒന്നുമില്ല, കെ വാസു നായർ എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായി എഴുതുന്ന പുസ്തകത്തിൻ്റെ പേര് ഹൃദയത്തിൽ ഗാന്ധിയുടെ കയ്യൊപ്പ് എന്നുള്ളതാണ്. പാലക്കാട്ടെ ഒരു ഭീമൻ ഗുരുജി എന്ന് പറയുന്ന ഗാന്ധിയനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസം, ഗാന്ധി, സർവോദയം എന്ന 3 മേഖലകളിലൂടെയാണ് ഈ പുസ്തകം സഞ്ചരിക്കുന്നത്. അതിൻ്റെ പ്രകാശനത്തിന് ചന്ദ്രേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. ഇതൊന്നും അല്ല കേട്ടോ, 25 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഈ ഭീമൻ ഗുരുജി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ കടന്നു പോകാൻ എനിക്ക് പ്രചോദനമായ 2 പേരാണ്. ഒന്ന് ചന്ദ്രേട്ടനും മറ്റൊന്ന് കെ വാസു നായർ സാറും എന്ന് ഞാൻ വിനയപൂർവ്വം ഓർക്കട്ടെ. മറ്റൊന്ന് സനൽകുമാർ തന്നെയാണ്.
ഞാൻ എല്ലാം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ കുറിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് വളരെ ഒരു 5-7 മിനിറ്റ് എടുക്കുകയുള്ളൂ. മറ്റൊന്ന്, ഞാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്. നേരത്തെ ശശികുമാർ സാറ് പറഞ്ഞു മുമ്പിൽ നിൽക്ക്, ആ നരച്ച താടി എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഞാൻ ജൂനിയറും സനൽ സീനിയറുമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ SFIയും സനൽ KSUമാണ്. ഈ SFI തന്നെയായിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം ഇന്ന് തമിഴ്നാട് ബേസ്ഡായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമായിരുന്നു. വരലാർ പേശും പൊരുൾ. തമിഴ്നാട്ടിലെ ഒരു കേരളത്തിൽ നിന്ന് പോയ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ ജീവിത കഥയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ജ്ഞാനദയാ സിന്ധുഭാവമുണ്ട്. ഒരുപക്ഷെ ഭീമൻ ഗുരുജിയെ ഞാൻ സമീപിച്ചതും ഈ കമ്മ്യൂണിസ്റ്റുകാരനെ സമീപിച്ചതും ഒരേ മനസ്സോടെയാണെന്ന് ഈ വേദിയിൽ നിന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആത്യന്തികമായി ഒപ്പം തന്നെ ശെൽവകുമാർ സാറ് പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യം, ഒരുപക്ഷെ KA ചന്ദ്രൻ ഇരിക്കുന്ന ഒരു വേദിയിൽ എങ്ങനെയാണ് പ്രാദേശിക ചരിത്ര പഠനം ഇന്ത്യൻ ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ ഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യൻ ഗ്രാമങ്ങളുമായി റിലേറ്റ് ചെയ്തു പോകേണ്ടത് എന്നതിൻ്റെ ഒരു സ്ട്രോക്ക് അദ്ദേഹം തന്നു എന്നുള്ളത് എന്നിൽ വല്ലാതെ ഒരു സന്ത്രാസം ഉണ്ടാക്കി എന്ന് പറയട്ടെ. ഒരുപക്ഷെ ഈ പ്രഭാഷണത്തിൽ ഒരുപക്ഷെ ഞാൻ സനൽകുമാറിൻ്റെ പുസ്തകത്തിലൂടെ ആവേശത്തോടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തീസീസ് പ്രിൻ്റ് ചെയ്ത് എനിക്ക് തന്നു, പിന്നെ വീണ്ടും ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തന്നു. അപ്പോൾ ഇതെല്ലാം അതിനുശേഷം പുസ്തകം തന്നു. ഇതൊക്കെ തന്ന് ഞാനിത് വായിക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരർത്ഥത്തിൽ ഭീമൻ ഗുരുജിയിൽ നിന്ന് ഞാൻ തുടർന്ന അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ശെൽവകുമാർ സാറൊക്കെയുള്ള തഞ്ചാവൂരിലെ പൊറയാർ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിലാണ്. ആ പൊറയാറിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയ ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി മാറിയത്. പോകുമ്പോൾ ആലോചിക്കണം, രാമൻ എന്ന് പറയുന്നത് വിമോചന സമരത്തിന് അനുകൂലമായി നിന്ന ഒരു മനുഷ്യൻ പിൽക്കാലത്ത് തമിഴ്നാട്ടിൽ പോവുകയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തിരിച്ചു വരികയും ചെയ്ത പരിണാമത്തിൻ്റെ കഥ കൂടി എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മറ്റു രാഷ്ട്രീയ ഉദ്ദേശങ്ങളോടെ അല്ല, മറിച്ച് ഭീമൻ ഗുരുജി എന്ന മനുഷ്യനും രാമൻ എന്ന് പറയുന്ന മനുഷ്യനും രണ്ടുപേരും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ജീവിതത്തിൻ്റെ കണ്ണികളാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ഉറപ്പിച്ചു പറയലിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ സനൽകുമാറിൻ്റെ പുസ്തകത്തിലേക്ക് അതിനകത്ത് ഞാൻ ആവേശത്തോടെ വായിച്ചു തീർത്ത ആ ഒരു പ്രഭാവത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുകയില്ല. എങ്കിലും ആ പുസ്തകം എനിക്ക് എന്ത് തന്നു, അല്ലെങ്കിൽ ആ പുസ്തകം എന്നെ എന്ത് ചിന്തിപ്പിച്ചു എന്നത് ഞാൻ നിങ്ങളോട് പറയാം. നേരത്തെ എനിക്ക് ഈ ക്ലാസ് മുറികളിൽ ഏറ്റവും വികൃതമാക്കി തന്നൊരു വിഷയം ചരിത്രമാണ്. മറ്റൊന്ന് അഗാധമായ ഒരു ശാസ്ത്രമാണ് ഭൂമിശാസ്ത്രം. അതും ഏറ്റവും വിരസമാക്കി തന്നത് എൻ്റെ ക്ലാസ് മുറിയാണെന്ന് പറയട്ടെ. പക്ഷേ ഈ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കാം എന്നതിൻ്റെ കെമിസ്ട്രി എനിക്ക് സനൽകുമാറിൻ്റെ തീസീസിൽ നിന്നാണ് ലഭിക്കുന്നത്. അതതിൻ്റെ മെത്തഡോളജിയാണ്. അഹമ്മദ് സാർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മുഹമ്മദ് സാർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ന് ഞാൻ പറയട്ടെ. നേരത്തെ ശശികുമാർ സാർ പറഞ്ഞ ആ വരിയല്ല ഞാൻ പറയുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുള്ള വൈലോപ്പിളുടെ വരിയാണെങ്കിൽ എങ്കിലും നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ മങ്ങിയിരിപ്പു നിരവധി പുരുഷായുസ്സിനപ്പുറമാളിയ ഓണപ്പൊൻകിരണങ്ങൾ. പല ദേശത്തിൽ പല വേഷത്തിൽ പല പല ഭാഷയിൽ ഞങ്ങൾ കഥിപ്പു പാരിതിലാദിയിൽ ഉദയം കൊണ്ടു പൊലിഞ്ഞൊരു പൊന്നോണത്തിൻ ചരിത്രം. ഇതൊരു ചരിത്രമാണ്. പിന്നെ ഒരു വരിയും കൂടിയുണ്ട്. പൃഥ്വിയിൽ അന്നു മനുഷ്യർ നടന്ന പദങ്ങളിൽ ഇപ്പോൾ അധോമുഖവാമനർ. ഇത്തിരി വട്ടം കാൺമവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ, മൂവടി മണ്ണിൻ നിരന്നു കവർന്നു വധിച്ചു നശിച്ചോരൽപ്പസുഖത്തിൻ പാവ കളിച്ചതു തല്ലിയുട്ടച്ചു കരഞ്ഞു മയങ്ങിയുറങ്ങിടുമ്പോൾ അധോമുഖവാമനന്മാരുടെ ഭൂരിപക്ഷത്തിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. അത് പറയാതെ വയ്യ. അപ്പോൾ
ഈ പുരാതന ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും പരസ്പര ബന്ധിതമായി കാണുന്ന സനൽകുമാറിൻ്റെ ഈ പ്രബന്ധ പുസ്തകത്തിലേക്ക് ഈ ഇത്തിരി വട്ടം മാത്രം ചിന്തിക്കുന്നവരിലേക്ക് ഇതെത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്തു പോയ ഈ തെന്മലയുടെ താഴ്വാരത്തിൽ അദ്ദേഹം നടന്ന് തീർത്ത പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടയാളപത്രങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ കയറുന്ന സമയത്ത് അത് ചെറിയൊരു പ്രവർത്തനമല്ല, അതിനകത്തൊരു വലിയൊരു ഡെമോക്രസി ഉണ്ട്, കാലഘട്ടത്തിൻ്റെ മൈക്രോ മെക്കാനിസം ഉണ്ട് എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ മൈക്രോ മെക്കാനിസം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഗവേഷണ പ്രബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിന് പോലും ഒരു തെന്മലയുടെ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗവേഷണ പ്രബന്ധ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് മുഹമ്മദ് സാർ പറയുന്നുണ്ട്. താൻ ഇത്തരം ഒരു പഠനത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പിന്നിലുള്ള വംശാവലി, ഞാനത് ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നുന്നു, അത് മുത്തശ്ശിയാണ് എന്നുള്ളതാണ്. അല്ലേ, നമ്മൾ പറയാറുണ്ട്, കാതിയിലൊരാലോല മൂഞ്ഞാലു കെട്ടിയ മുത്തശ്ശി കഥയുടെ കെട്ടഴിച്ചു, കഥയുടെ കെട്ടിൽ നിന്നായിരം നിർമ്മണി മുത്തുകൾ ദൂരെ ചിതറി വീണു. ആ ചിതറിത്തെറിച്ച ആ മുത്തുകളിലാണ് ഒരു പക്ഷേ ഈ സാംസ്കാരിക ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ കിടക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഒരു നല്ല നോവൽ എഴുതാം നമുക്ക്, അല്ലേ? മലയാളത്തിൽ ഇന്ന് എത്രയോ പേര് വളരെ മനോഹരമായി ചരിത്രത്തെ വെച്ചുകൊണ്ടൊരു നോവൽ എഴുതുന്നുണ്ട്. ഒരുപക്ഷെ സനൽകുമാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം എഴുതിയതിനേക്കാൾ പഞ്ചായത്തിനോട് കാശൊന്നും ചോദിക്കേണ്ടി വരില്ല, വിജയിക്കും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം യഥാർത്ഥ ചരിത്രത്തിൻ്റെ വഴി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിലേക്ക് ഗവേഷണ ബുദ്ധിയോടെ ഇറങ്ങിച്ചെന്ന് വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള ചരിത്ര പുരാവസ്തു ശാസ്ത്ര, നേരത്തെ ശെൽവകുമാർ സാർ അതിനകത്തുള്ള സയൻസിനെ കുറിച്ച് പറഞ്ഞു, പ്രാദേശിക ചരിത്ര അന്വേഷണത്തിലൂടെ ശേഖരിക്കുകയും, ആരും കൂടെയൊന്നും ഉണ്ടാവില്ല, ഒറ്റയാൻ നടത്തമാണ്. ഇന്ത്യയിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരമൊരു പഠനം നടന്നിട്ടുള്ളതെന്ന് മുഹമ്മദ് സാർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ പുരാവസ്തു തിരുശേഷിപ്പുകളും കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെയൊക്കെ ഒരു അഭിമാനമാണിത്, അല്ലേ? ഞാൻ ഇപ്പോൾ എന്തുകൊണ്ടോ തുഞ്ചൻ കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഞാൻ ആ കോളേജിൽ, ഈ തെന്മലയുടെ താഴ്വാരത്തിലുള്ള ആ കോളേജിൽ ജോലി ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നു. സനൽകുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രഭവവും ഇവിടെ ഉണ്ട് എന്നത് എന്നെ വളരെ, അല്ലേ, ചങ്ങമ്പുഴ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് വൈലോപ്പിള്ളിയും ഉണ്ടായിരുന്നത് എന്ന്, അല്ലെങ്കിൽ വൈലോപ്പിള്ളിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു ചങ്ങമ്പുഴ അപ്പുറത്തുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ കവിതകൾ വൈലോപ്പിള്ളി എഴുതിയത് എന്നുള്ളതാണ്. അപ്പോൾ മുത്തശ്ശിയിൽ നിന്നും കാരണവന്മാരിൽ നിന്നും വാമൊഴിയായി ലഭിച്ച അറിവിൽ നിന്നാണ് അദ്ദേഹം ഇത്തരം ഒരു അന്വേഷണം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഗാന്ധി കടന്നു വരുന്നത്. ഗാന്ധി ഇത്തരത്തിലുള്ള മണ്ണിൻ്റെ ആഴമേറിയ ഖനനം ചെയ്ത ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ ആഴത്തെക്കുറിച്ച്, അത് കൈകാര്യം ചെയ്യുന്ന കണ്ടന്റിനെക്കുറിച്ച് ഇത്രയും ചെറിയ സമയം കൊണ്ട് ഒന്നും പറയാൻ കഴിയുകയില്ല. ഞാൻ ഒരു ലേമാനായിട്ടാണ് ഈ പുസ്തകം വായിച്ചത്, ചരിത്രകാരനോ അക്കാഡമിഷ്യനോ ആയിട്ടല്ല വായിച്ചത് എന്നുള്ളതാണ്. സത്യത്തിൽ ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനാവില്ല, മറിച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിമാർക്സിനെ കുറിച്ച് ഞാൻ പറയാം. ഇതിനകത്ത് പഠിതാവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. മൈസൂർ സർവകലാശാലയിലെ ജോഗ്രഫി വിഭാഗം തലവനായ ഡോക്ടർ ഡി ചൗഡിയ ഗൈഡ്ഷിപ്പ് ഏറ്റെടുത്ത് ദക്ഷിണേന്ത്യൻ ചരിത്രവും ഭൂമിശാസ്ത്രവും എത്രത്തോളം പരസ്പര ബന്ധിതമാണ്. ആ ഭൂമിശാസ്ത്രത്തിൻ്റെ കഥയിലൂടെയാണ് ഒരുപക്ഷെ മുഹമ്മദ് സാർ പറഞ്ഞ ആ രാമായണവും മഹാഭാരതവും ഇവിടെ കിടക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ രാമായണവും മഹാഭാരതവും അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞത് ഒരു ബഹുസ്വരമായ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായിട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പറയാതെ പോകാൻ പറ്റാത്ത മറ്റൊന്ന്, തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചതാണ്, ആർക്കിയോളജി വിഭാഗം തലവൻ ഡോക്ടർ ശെൽവകുമാറാണ്. തെന്മല താഴ്വരകൾ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി, പാലിയോലിത്തിക് മെസോലിത്തിക് കാലഘട്ടത്തിലെ, ഒപ്പം തന്നെ അയൺ യുഗത്തിൻ്റെ കുറിച്ചുകൂടി. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെയും നവീന ശിലായുഗത്തിലും മഹാശിലായുഗത്തിലെയും ചരിത്രരേഖകൾ, പോസ്റ്റ് ഹോളുകൾ, മഹാശിലായുഗ സ്മാരകങ്ങൾ എന്നിവയുടെ വിശകലനത്തിൽ പഠിതാവിന് വേണ്ട സഹായവും മാർഗനിർദ്ദേശവും അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രസംഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അത്രയധികം ഒരുപക്ഷെ സനൽകുമാറിനെ സഹായിച്ച
അക്കാഡമിക്കായിട്ട് സഹായിച്ച ഒരു മാന്യദേഹമാണ് ശെൽവകുമാർ സാറ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന്, ഈ സവർണ ദൈവങ്ങളല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഇതിനകത്തുള്ള അവർണ ദൈവങ്ങൾ. അതെനിക്ക് കോരിത്തരിപ്പുണ്ടാക്കിയൊരു കാര്യമാണ്. ഇദ്ദേഹം ഇവിടെ ഈ ചിങ്ങൻചിറയിലൊക്കെ പോയിട്ട് നമുക്കൊന്നും അറിയാത്ത, ഇനി നമ്മൾ ചിങ്ങൻചിറയിൽ പോകണം, ചിങ്ങൻചിറയിൽ അമ്മ ദൈവങ്ങളെ കാണണം, മാരിയമ്മയെ കാണണം, അങ്ങനെയുള്ള ദൈവങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൻ്റെ അവസാനിക്കാത്ത ചില തിരുശേഷിപ്പുകളുണ്ട് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ചരിത്ര പണ്ഡിതന്മാരായ MR രാഘവ വാര്യർ, MGS നാരായണൻ, അതുപോലെ കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ട ജയശങ്കർ, ഇളംകുളം കുഞ്ഞമ്പിള്ള, പ്രമുഖ ചരിത്രകാരൻ ശ്രീധര മേനോൻ എന്നിങ്ങനെയുള്ള ഒരു നീണ്ട നിരയിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ശ്രീധര മേനോനെ വീട്ടിൽ പോയി കണ്ട് ഇദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്ത കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം എഴുതി ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ചിട്ടും അത് പുറം ലോകം കാണാത്ത അവസ്ഥയിലായിരുന്നു. അവിടെയാണ് എൻ്റെയൊക്കെയും ദൈവമായിട്ടുള്ള ഒരു സാക്ഷാൽ KP രമേശ് എന്ന് പറയുന്ന ഒരു എഡിറ്റർ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കട്ടെ. എനിക്കൊക്കെ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ, എഴുത്ത് എന്താണ്, ചരിത്രം എന്താണ് എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ അപൂർവം ചില മനുഷ്യരെ ഇവിടെയുള്ളൂ. അതിലൊരാളാണ് KP രമേശ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാന്തം മാസികയിലാണ് ഇദ്ദേഹത്തിൻ്റെ, ആലോചിച്ച് നോക്കൂ, ഒരു പ്രാന്തല്ലേ അത്. കാരണം ഒരു മനുഷ്യൻ്റെ വായിക്കേണ്ടതായ എന്നാൽ ആരും വായിക്കാൻ തയ്യാറാവാത്ത ഒന്നിനെ ഒരു എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ശാന്തം മാസികയിൽ അത് പ്രസിദ്ധീകരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ പൈതൃക ഗ്രാമമാണ്, അതുപോലെ തന്നെ മനോഹരമാണ് എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പഠനത്തിന് പൂരകമായി എഴുതിയൊരു പ്രസക്തമായ അവതാരികയുണ്ട്. അത് മുഹമ്മദ് സാറുടെയാണ്. ജ്ഞാനം കൊണ്ടും സർഗാത്മകത കൊണ്ടും സമ്പന്നമായൊരു പുസ്തകം, ജ്ഞാനദയാസിന്ധുവായ ഡോക്ടർ സനൽകുമാർ സാർ. ഒരുപക്ഷെ ശശികുമാർ സാർ തന്നെ ആയിരിക്കാം എനിക്ക് ആ വാക്ക് എവിടെയൊക്കെയോ വെച്ച് കേട്ടതും. അങ്ങനെയുള്ള അനേകം മഹാരഥന്മാരിൽ നിന്നല്ലേ, മഹാജനോ യനഗത സപന്ഥ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ചരിത്രത്തിൻ്റെ വല്ലാത്ത ഒരു സ്പാർക്ക് ഉള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ വലിയ ഡെമോക്രാറ്റിക്കായിട്ട് ചെയ്ത സാധനമാണ്. ഒപ്പം തന്നെ ഇതിനകത്തുള്ള മതേതരത്വമുണ്ട്. ഈ മതേതരത്വം, ബഹുസ്വരത എന്നിവ ഇന്ത്യക്ക് ഗുണാത്മകമായിട്ട് ഭവിക്കണം. അതിനകത്ത് ഞാൻ ഗാന്ധിജിയെ ചിന്തിക്കുകയാണ്. ഗാന്ധിയുടെ ഒരു വരിയുണ്ട്. ചന്ദ്രേട്ടനൊക്കെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കുട്ടി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട്, കുട്ടിക്കാലം മുതൽ ഞാനത് വായിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി, അദ്ദേഹം അങ്ങനെയാണ് പറയുക, നിങ്ങൾ വളരെ നാടകീയമായിട്ടാണ് അദ്ദേഹം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനും അത്രത്തോളം നാടകീയത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ദണ്ഡി യാത്ര ആലോചിച്ചാൽ മതി, അദ്ദേഹം എത്രമാത്രം ഡ്രമാറ്റിക് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഡ്രമാറ്റിക് മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് ഗാന്ധിയുടെ പ്രത്യേകത. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിലുള്ള ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ മുഖം ആലോചിക്കുക. എന്നിട്ട് ഈ പ്രവൃത്തി കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന് എന്തു പ്രയോജനമാണ് ലഭിക്കുക എന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ പ്രവൃത്തി നടപ്പിലാക്കുക. അത് ഗവേഷണ പുസ്തകത്തിനും ബാധകമാണ്. സനൽകുമാറിൻ്റെ ഈ പുസ്തകം 100% ഇന്ത്യൻ സാധാരണക്കാരനെ കുറിച്ചുള്ളതാണെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും വൈലോപ്പിള്ളിയുടെ ചരിത്രകാലം പ്രസക്തമാകുന്നു. ചരിത്ര പഠനമോ വെറുക്കപ്പെടുന്ന ഒരുപാട് റിബലുകളെ ഉണ്ടാക്കുന്ന ഒന്നാകരുത്. മറിച്ച് അതൊരു വലിയ ജനാധിപത്യത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ, മതേതരത്വത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ, ഇന്ത്യയുടെ ബഹുസ്വരതയുടെ പ്ലാറ്റ്ഫോമിൽ വളർന്ന് വികസിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. Thank you so much, sir, for letting us know more about the book as well as the person behind the work.